അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇഹ്യാ ഉലുമുദ്ദീൻ്റെ ഭക്ഷണ മര്യാദകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 88-ാമത്തെ പേജിലാണ്, 8 പേജിലാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ് ഉള്ളത്. അതിൽ ഫസ്ലുൻ ഫി ആദാബിൽ അക്ലി എന്ന് കാണാം. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകൾ. സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്നതും അല്ലാത്തതുമായ കുറേ അദബുകൾ ഈ പാഠത്തിൽ പറയും. പരമാവധി ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ ഇത്തരം മര്യാദകൾ പാലിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. കാരണം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അള്ളാഹുവിൻ്റെ ഇബാദത്തിന് നമുക്ക് ശക്തിയുണ്ടാവുക, ആരോഗ്യമുണ്ടാവുക എന്നതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസാവഹിച്ച് ജീവിക്കാൻ ആവശ്യമായ ആരോഗ്യ സംരക്ഷണമാണ് ഭക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പരമാവധി അദബുകൾ പാലിക്കുക. പരമാവധി കൂലി കിട്ടുന്ന കാര്യമാണ്, മുടക്കൊന്നുമില്ല. നമുക്കൊരു പ്രയാസമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്താൻ പറ്റുമല്ലോ അദബ് പാലിക്കുമ്പോൾ. മുടക്കൊന്നുമില്ല, നല്ല കൂലി കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറേ അദബുകൾ പറയണം. ആദ്യം പറയാനുള്ളത് ബിസ്മി ചൊല്ലി തുടങ്ങുക, ഹംദ് കൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയണതാണ്. തുടക്കത്തിൽ ബിസ്മില്ല, അവസാനത്തിൽ ഹംദ്. വഹുവ അൻ യബ്ദഅ ബിസ്മില്ലാഹി ഫി അവ്വലിഹി വബിൽ ഹംദി ഫി ആഖിരിഹി. തുടക്കത്തിൽ ബിസ്മിയും അവസാനത്തിൽ ഹംദും. അതിൽ നല്ലത് വഹസുന നന്നാവും അൻ യഖൂല ബിസ്മില്ലാഹി മഅ കുല്ലി ലുഖ്മത്തിൻ. എല്ലാ ഉരുളൻ്റെ കൂടെയും ബിസ്മില്ല. നമ്മൾ ഓരോ തവണ ഭക്ഷണം വായിലേക്ക് ഇടുമ്പോഴും ബിസ്മി ചൊല്ലി സുന്നത്തുണ്ട്. ശരിക്കും ആദ്യം ബിസ്മില്ലാണ് പ്രധാനപ്പെട്ട സുന്നത്ത്, അവസാനത്തിലൊരു ഹംദും മതി. പക്ഷെ മറ്റൊരു സുന്നത്താണ് ഓരോ ഭക്ഷണത്തിൻ്റെ പിടിയിലും ബിസ്മില്ല. അങ്ങനെ ചൊല്ലിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഹത്താ ലാ യശ്ഗലുഹു ശറഹു അൻ ദിക്രില്ലാഹി. ഹത്താ ലാ യശ്ഗലുഹു ശറഹു, അപ്പോൾ ആർത്തി അവനെ ജോലിയാക്കുകയില്ല അൻ ദിക്രില്ലാഹി, അള്ളാഹുവിനെ സ്മരിക്കലിനെ തൊട്ട്. അതായത് നമ്മൾ തിന്നങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ ആരും ഓർമ്മ ഉണ്ടാവില്ലല്ലോ, പടച്ചോനൊന്നും ഓർമ്മ ഉണ്ടാവില്ല, അപ്പോൾ ഇരുന്തിയിട്ടായിരിക്കും. ആ ഒരു സംഗതിക്ക് ഒരു സ്റ്റോപ്പ് ചെയ്യാൻ, ഒരു കുറവ് വരുത്താൻ പറ്റും. കാരണം ബിസ്മി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം, അള്ളാഹനെ അങ്ങനെ ഓർക്കണം. അപ്പം മനുഷ്യൻ്റെ അത്യാർത്തിക്ക് കുറവ് വരുത്താൻ പറ്റുന്നർത്ഥം. ആർത്തിയെ കുറക്കാൻ വേണ്ടിയിട്ട് ഓരോ ഭക്ഷണപ്പിടിയുടെ കൂടെയും ബിസ്മി ചൊല്ലി സുന്നത്താണ്. അപ്പം എന്ത് ചെയ്യുക, ഒന്നാമത്തെ ലുഖ്മത്തിൽ ബിസ്മില്ലാഹി എന്ന് പറയുക, രണ്ടാമത്തേൽ ബിസ്മില്ലാഹി റഹ്മാനി എന്ന് പറയുക, മൂന്നാമത്തേൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയുക. ഇങ്ങനെയൊക്കെ ഒരു ശൈലി പറയണം. വയജ്ഹറു ബിഹി, ബിസ്മി ഉറക്ക ചൊല്ലണം. നമ്മളൊരു സദസ്സിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴല്ല കേട്ടോ, കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ഉറക്ക ചൊല്ലൽ സുന്നത്ത. അതെന്തിനാ? ലിയുദക്കിറ ഗൈറഹു, മറ്റൊരാളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. കാരണം ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ ചിലവർ ബിസ്മില്ല മറന്നു പോകുമല്ലോ. അപ്പോൾ ഒരാൾ ഇങ്ങനെ ഉറക്കങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇയാൾക്ക് ഓർമ്മ വരും. അപ്പോൾ മറ്റുള്ളവർക്ക് ഇത് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ ബിസ്മി ഒച്ചത്തിൽ ചൊല്ലലാണ് സുന്നത്ത്. നേരെ മറിച്ച് ഹംദ് ഉണ്ട് അവസാനത്തിൽ, അത് മെല്ലെ ചൊല്ലണം. ഷറയിൽ ഇങ്ങനെ കുറേ ഹിക്മത്തുകളുണ്ട്. നമ്മളിപ്പോൾ ഒരു വിരുന്നുകാരെ കൂടി ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഒരു കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ നമ്മളെ ഭക്ഷണം ആദ്യം കഴിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ ഉറക്കായിട്ട് പറയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ബാക്കിയുള്ളവർ അപ്പോൾ നിർത്തി, ഇനിയിപ്പോൾ ഞാനെങ്ങനെ തിന്നുക, ഞാനിപ്പോൾ നിർത്തട്ടെ എന്ന് തോന്നുന്നൊരവസ്ഥ വരും. അപ്പോൾ മറ്റുള്ളവരുടെ ഭക്ഷണം കഴിക്കലും ഒരു മുടക്കാനോ അതല്ലെങ്കിൽ അവനൊരു വിരക്തി ഉണ്ടാക്കാനോ കാരണമായി തീരുന്നത്. അപ്പോൾ അത് ഹംദ് മെല്ലെ പറയണം. എന്നാൽ ബിസ്മി എന്ത് ചെയ്യുക, ഉറക്ക പറയാം, ബാക്കിയുള്ളവർക്ക് ചെല്ലാനുള്ള പ്രചോദനം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അടുത്ത ഖണ്ഡിക കുലുബില്ലുംന, വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക, എല്ലാവർക്കും അറിയാവുന്നതാണ്. വയബദു മിൽ മിൽഹി വയഖ്തമു ബിഹി, ഉപ്പ് കൊണ്ട് തുടങ്ങുക, ഉപ്പ് കൊണ്ട് അവസാനിപ്പിക്കുക. ഭക്ഷണം കഴിക്കുമ്പം ഫസ്റ്റ് ഉപ്പ് കഴിക്കുക, അവസാനത്തിൽ ഉപ്പ് കഴിക്കുക. അത് വളരെ ആരോഗ്യപരമായി നല്ലതാണ് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം ഒക്കെ പറയുന്നുണ്ട്. ഉപ്പ് കുറേ വാരി തൊള്ളക്കിടാന്നല്ല, ഒന്ന് ചെറുങ്ങനെ എന്ത് ചെയ്യുക, ഒരു കൈ കൊണ്ടൊന്ന് ഉപ്പ് തൊട്ടാട്ടോ ഒന്ന് നാമി വെക്കുക. അത് ഭക്ഷണത്തിൻ്റെ തുടക്കത്തിലും അങ്ങനെ ഉപ്പ് ആദ്യം വെക്കുക, അവസാനത്തിൽ ഉപ്പ് കഴിക്കുക. അതൊരു സുന്നത്തായ കാര്യമാണ്. വയുസഗിറുൽ ലുഖ്മത്ത, ഭക്ഷണത്തിൻ്റെ പിടിയെ ചെറുതാക്കുക. വലിയ ഉരുളാക്കിയിട്ട് തൊള്ളക്കിട്ട് ഇങ്ങനെ ഒന്നായിട്ട് തൊള്ളങ്ങനെ തറച്ച് വെച്ച് കഴിക്കരുത്. ചെറിയ ചെറിയ അല്പാൽപമായിട്ട് തൊള്ളക്കിടുക. ലുഖ്മത്തിനെ, ഭക്ഷണത്തിൻ്റെ പിടിക്കാണ് ലുഖ്മത്ത് എന്ന് പറയുക, അത് ചെറുതാക്കുക. വയുജവ്വിദു മൊലോഹ, അതിൻ്റെ ചവക്കലിനെ നന്നാക്കുക, നല്ലോണം ചവക്കുക. പകുതി ചവച്ചും അല്ലെങ്കിൽ ചവച്ചു എന്ന് വരുത്തി തീർത്തൊന്നും കഴിക്കരുത്. ഭക്ഷണം അല്പാൽപമായിട്ട് വായിലേക്കിടുക, നല്ലവണ്ണം ചവച്ചിറക്കുക. വല യമുദ്ദുൽ യദ ഇല ഉഖ്റ, മറ്റൊരു പിടിയിലേക്ക് കൈ നീട്ടരുത്. മാലം യബ്ലുൽ ഉല, ഒന്നാമത്തത് വിഴുങ്ങാതെ. വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ്. നമ്മൾ വായിലേക്ക് ഭക്ഷണം ഇട്ട് കഴിഞ്ഞാൽ
അതിങ്ങനെ ചവക്കുമ്പം അടുത്ത ഇടാനുള്ള ഭക്ഷണം നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചിക്കുക, അത് ചെയ്യരുത് എന്നാണ്. നമ്മൾ വായിലേക്കിട്ട് അത് ചവച്ച് വിഴുങ്ങിയ ശേഷം ഇറക്കിയ ശേഷം എന്ത് ചെയ്യുക, അടുത്ത ഭക്ഷണം എടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്നത്, അടുത്ത പിടി നമ്മൾ എടുക്കുന്നത് ആദ്യത്തേത് വിഴുങ്ങിയ ശേഷമായിരിക്കുക എന്നുള്ളതും സുന്നത്താണ്. മറ്റൊന്ന് അല്ല യതുമ്മ കുലൻ, ഒരു ഭക്ഷണത്തെയും കുറ്റം പറയാതിരിക്കുക. നമുക്ക് പറ്റിയാലും പറ്റില്ലെങ്കിലും വേണ്ടല്ല, ഭക്ഷണത്തെ കുറ്റപ്പെടുത്തരുത്. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ലാ യസുബ്ബു ത്വആമൻ, ഒരു ഭക്ഷണത്തെയും കുറ്റപ്പെടുത്തൂല. ഖത്തു തീരെ തന്നെ. ഇൻ കാന അഅജബഹു അക്കലഹു, നബി തങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ ഭക്ഷിക്കും. വ ഇല്ലാ തറക്കഹു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒഴിവാക്കും. നമുക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി, വേണ്ടെങ്കിൽ തിന്നണ്ട. ആ ഭക്ഷണം അത് ആരുണ്ടാക്കിയാണ്, എന്ത് ഭക്ഷണമാണത്, മറ്റേ മറിച്ച് പിന്നെ മണക്കുണ്ട് മറ്റാക്കുണ്ട്, ഇങ്ങനെ നമ്മൾ സാധാരണ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്ന പലയാതി വർത്തമാനങ്ങളുണ്ട്. അതൊന്നും ഭക്ഷണത്തെ പറ്റി പറയരുത്. ഭക്ഷണം മണക്ക് കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കണ്ട. ഭക്ഷണത്തെ കുറ്റം പറയരുത്. അതാണ് ദീനിൻ്റെ ശൈലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശൈലി. മറ്റൊന്ന് അല്ലായ കുലൽ ബിമ്മായിലിഹി വ അയ്യ കുല മിമ്മായിലിഹി, തൻ്റെ അടുത്തുള്ളതിൽ നിന്ന് ഭക്ഷിക്കുക. നമ്മൾ കൂടിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആകെപ്പാടെ കയ്യെല്ലോടത്തും ഇങ്ങനെ പരക്കരുത്. നമ്മുടെ ഏറ്റവും അടുത്തുള്ളത് മാത്രം എടുക്കുക. ഇല്ലൽ ഫാക്കിയത്ത, പഴങ്ങളൊഴികെ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പഴം കൊണ്ടുവയ്ക്കലോടേക്കാറും ഫ്രൂട്ട്സ് നടുവിലൊറ്റ പാത്രത്തിലേക്കാറും, അത് പിന്നെ അങ്ങോട്ട് കയ്യിൽ നിന്ന് കിട്ടണ്ടേ, അതുകൊണ്ട് ഇരുത്തുണ്ടാവില്ലല്ലോ. അപ്പം ചുരുക്കി പറഞ്ഞാൽ പിന്നെ ഒരു ഇനം മാത്രമുള്ള, വേറൊന്നും കൊണ്ടുവച്ചിട്ടില്ല, അത്തരം ഭക്ഷണമാകുമ്പോൾ അതെടുക്കാൻ വേണ്ടി കയ്യിൽ നിന്ന് കിട്ടണം. അല്ലാതെ പൊതുവിൽ എല്ലായിടത്തും കൊണ്ടുവയ്ക്കണ ഭക്ഷണം ഉണ്ടാവും. ഇപ്പം കോഴി പൊരിച്ചതുണ്ട്, നമ്മളെടുത്തുകൊണ്ട് അപ്പുറത്തൊരു പ്ലേറ്റ് ഉണ്ട്, അപ്പം വലിയ കണ്ടം കാണുന്നത് അപ്പുറത്തെ പ്ലേറ്റില്ല, അപ്പോൾ അവിടെ പോയിട്ട് എടുക്കുക. അതൊന്നും ചെയ്യരുത്, ഒക്കെ അതമിന് വിരുദ്ധമാണ്. നമ്മളെ എടുത്തുണ്ടല്ലോ കോഴി പൊരിച്ച പാത്രം, അതിനൊരു കഷ്ണം എടുക്കുക. അങ്ങനെ നമ്മുടെ അടുത്തുള്ളതിൽ നിന്ന് ഭക്ഷണം എടുക്കുക എന്നർത്ഥം, അത് മനസ്സിലാക്കുക. വക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുമായിരുന്നു കുൽ മിമ്മാ യലീക എന്ന് പറയും. നബി തങ്ങൾ ഹദീസാണിത്, നീ നിൻ്റെ അടുത്തുള്ളതിൽ നിന്ന് ഭക്ഷിക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ട് സുമ്മക്കാന യുദീറു യദഹു അലൽ ഫാക്കിഹത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഫാക്കിഹത്ത് എടുക്കാൻ വേണ്ടി കൈ നീട്ടാറുണ്ട്. കുൽ മിമ്മാ യലീക എന്ന് നിൻ്റെ അടുത്തുള്ളതിൽ നിന്ന് നീ ഭക്ഷിക്കുക എന്ന് പറഞ്ഞ നബി തങ്ങൾ തന്നെ പഴങ്ങൾ എടുക്കാൻ വേണ്ടി കൈ നീട്ടാറുണ്ട്. അപ്പോൾ ആരോ ചോദിച്ചു, ഫഖീല ലഹു ഫി ദാലിക്, ഈ വിഷയത്തിൽ നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു. ആരോ ചോദിച്ചു, റസൂലേ നിങ്ങളിപ്പം നമ്മളോട് അടുത്തുള്ള ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ കൈ നീട്ടുകയാണല്ലോ. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ലൈസ ഹുവ നവഅൻ വാഹിദൻ, അത് ഒരു ഇനമല്ലല്ലോ, അത് ഒരേ ഇനത്തിലുള്ള ഭക്ഷണമല്ലല്ലോ, അതായത് ഒരേ ഇനം തന്നെ പലയിടത്തും കൊണ്ടുവച്ചതല്ലല്ലോ എന്നർത്ഥം. പലതരം പഴങ്ങളുണ്ടല്ലോ, ഇവിടെ വെച്ച പഴമായിരിക്കില്ല അപ്പുറത്ത് വെച്ചിട്ടുള്ള പഴം, അപ്പോൾ രണ്ട് തരം പഴമാണ്, അപ്പോൾ അതിനു വേണ്ടി നീട്ടാമെന്നർത്ഥം. അപ്പം ഒരേ ഇനം തന്നെ വിവിധ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുമ്പം എന്ത് ചെയ്യരുത്, ദൂരത്തേക്ക് കൈ നീട്ടിക്കൊണ്ട് ഭക്ഷണം കഴിക്കരുത്, അടുത്തുള്ളതിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കണം എന്നർത്ഥം. അതുപോലെ മറ്റൊന്ന് അല്ലാ കുലമിൻ ദിറവത്തിൽ ഖസാഅത്തി വമിൻ വസത്തി ത്വാമി, ഈ പ്ലേറ്റിൻ്റെ ശിഖരത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക, അതിൻ്റെ മധ്യഭാഗത്തൊന്നും കഴിക്കാതിരിക്കുക. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. അത് ഈ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണ്, നമ്മൾ ഈ വിവിധ പ്ലേറ്റുകളിലിട്ട് കഴിക്കുമ്പോൾ ഈ സുന്നത്തൊന്നും ബാധകമാവില്ല. ഇപ്പോൾ ഒന്നിച്ച് 5-6 ആൾക്കാർ ഒരു തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം ഇപ്പോൾ ചോറാണെങ്കിൽ നമ്മളിങ്ങനെ ചോറിങ്ങനെ കൂട്ടിയിട്ടു, അതിൻ്റെ മുകളിൽ നിന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കുക, അതിൻ്റെ നടുവിൽ നിന്ന് പോയിട്ട് ഭക്ഷണം ചെയ്യരുത്. നമ്മുടെ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. നമ്മുടെ വട്ടം ഉണ്ടാവില്ല, ആ വട്ടത്തിൽ നമ്മുടെ അടുത്ത ഭാഗം അവിടെ നിന്നാണ് കഴിക്കേണ്ടത്. ഒരിക്കലും ദിർവത്തിൽ പോയിട്ട് അതിൻ്റെ ശിഖരത്തിൽ പോയിട്ടോ മധ്യഭാഗത്ത് പോയിട്ടോ കഴിക്കരുത്. വലിയ കുലുമിൻ ഇസ്തിദാറത്തിൽ റഗൈഫി, റൊട്ടിയുടെ വട്ടത്തിൽ നിന്ന് കഴിക്കണം. അപ്പോൾ ഒരു റൊട്ടി, ഉദാഹരണം വലിയൊരു റൊട്ടി, ആ റൊട്ടിയിൽ 5 ആളിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ പിന്നെ നടുവിൽ പോയിട്ട് കൊണ്ട് നുള്ളിയെടുക്കരുത്. ആ വട്ടം ഉണ്ടല്ലോ, പത്തിരിൻ്റെ വട്ടം, ആ വട്ടത്തിൽ നിന്ന് ഓൻ്റെ ഭാഗത്തുനിന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ വലിയൊരു റൊട്ടിയൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണത്. അപ്പോൾ അവനവൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യുക, ഒരു കഷ്ണം മുറിച്ചിട്ട് അങ്ങനെ കഴിക്കുക. അതുപോലെ തന്നെ അങ്ങനെ കഴിക്കുമ്പോൾ അല്ലാ യഖ്താബി സിക്കീനി, കത്തി കൊണ്ട് മുറിക്കാതിരിക്കുക. അല്ലൽ ഖുബ്സ വലൽ ലഹ്മ, റൊട്ടിയെയോ മാംസത്തെയോ ഒന്നും. ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലെ ഭക്ഷണ രീതിയിൽ ഇതൊന്നും മനസ്സിലാവില്ല. അറേബ്യൻ ഭക്ഷണ രീതി ഇങ്ങനെയൊക്കെയാണ് വരിക. ഇപ്പം നമുക്കിപ്പോൾ യൂട്യൂബിൽ വീഡിയോയിലും മറ്റൊക്കെ കാണാൻ പറ്റും. ഒട്ടകത്തിൻ്റെ അല്ലെങ്കിൽ ആടിൻ്റെ ഒക്കെ ഒന്നായിട്ട് എന്ത് ചെയ്യും, അൽഫാമാക്കിയിട്ടോ മറ്റോ ഒക്കെ എന്ത് ചെയ്യും, കൊണ്ടുപോയൊക്കെ ചെയ്യുക നടുവിൽ. അതിമെന്ന് ഇങ്ങനെ എല്ലാവരും എടുത്ത് കഴിക്കുക ചെയ്യുക. അത് നല്ല ബർക്കത്തുള്ള രീതിയാണത്. നമ്മളിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മുടെ നാട്ടിലത്തെ രീതി. ഇങ്ങനെ വലിയ സാധനമായി കൊണ്ടുവയ്ക്കുമ്പോൾ കത്തി കൊണ്ട് എന്ത് ചെയ്യരുത്, മുറിക്കരുത് എന്നാണ്. അത് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ പിന്നെ പല്ലുകൊണ്ട് കടിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഈ സാധനക്കാരെടുത്ത് കടിക്കാൻ കഴിയില്ല. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ മാന്തിയെടുത്തിട്ട് കഴിക്കുക. അതാണ് സുന്നത്തായ രീതി. ഇനി മാത്രമല്ല, നമ്മൾ തന്നെ
ഇപ്പോൾ ഒരു കോഴിൻ്റെ കുറക്, ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തൊക്കെ ഭക്ഷണ രീതി, ഒരു കോഴിൻ്റെ കുറക് എടുക്കുകയാണ് നമ്മൾ, അതെടുത്തിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ച് കഴിക്കില്ല. ഒന്നുകിൽ ആ കുറകെടുത്ത് നമ്മളിങ്ങനെ തൊള്ളോണ്ട് കടിക്കുക, എന്താ കുഴപ്പം? ചില ആളുകൾ പറയും അങ്ങനെ കടിക്കരുത്, അങ്ങനെ കടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ കുറകെടുത്ത് കടിച്ചത് ആരുടെ ഹദീസിൽ കാണാം. അതല്ലെങ്കിൽ കൈകൊണ്ട് നിങ്ങൾ അത് ഉള്ളെടുത്ത് കഴിക്കുക. ഒരിക്കലും ഒരു ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് എന്ത് ചെയ്യരുത്, അതിങ്ങനെ മുറിച്ചിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കഴിക്കുന്ന ശൈലി സുന്നത്തിനെതിരാണ് എന്നർത്ഥം. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ റൊട്ടിയാണെങ്കിലും മാംസമാണെങ്കിലും കത്തി കൊണ്ട് മുറിക്കാതിരിക്കുക. ഫഖദ് നഹാ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിരോധിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഹഷു നഹ്ഷൻ, നിങ്ങളൊരു കടിക്കൽ കടിക്കുക എന്ന്. ഇങ്ങനെ ഇപ്പോൾ ഒരു കുറകെടുത്തിട്ട് ഇങ്ങനെ കടിക്കുക. അതിനെ മറ്റൊരു സുന്നത്ത് വല യൂദാ അലൽ ഖുബ്സി, റൊട്ടിയുടെ മേൽ വെക്കരുത് അൽ ഖസാത്ത, പാത്രത്തിന്, വല ഗൈറഹ, മറ്റുള്ളതിനെയും. ഭക്ഷണത്തിൻ്റെ മുകളിൽ ഒരു സാധനം കൊണ്ട് വയ്ക്കരുത് അർത്ഥം. ഇപ്പോൾ നമ്മളൊരു പാത്രം വെക്കുകയാണ് ഭക്ഷണത്തിൻ്റെ മുകളിൽ, ഇല്ലാമ യുക്കലുബിഹി, തിന്നപ്പെടുന്ന സാധനമല്ലാതെ. ഇപ്പം നമ്മൾ തിന്നാൻ ഉപയോഗിക്കുന്ന പാത്രം ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ സ്പൂണ്, കയ്യിൽ, അതിന് മുകളിൽ വെക്കുക, കോരീൻ്റെ മുകളിൽ വെക്കുക, അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യുന്ന സാധനങ്ങളുണ്ടാവും. അങ്ങനെ തിന്നാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടാവും. അത് ഭക്ഷണത്തിൻ്റെ മുകളിൽ വെക്കുക. അല്ലാത്ത പാത്രങ്ങളോ സാധനങ്ങളോ ഒന്നും ഭക്ഷണത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കരുത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അക്രിമുൽ ഖുബ്സ, നിങ്ങൾ റൊട്ടിയെ ബഹുമാനിക്കണം. നോക്കൂ, റൊട്ടിയെ നിങ്ങൾ ബഹുമാനിക്കണം. ഫഇന്നല്ലാഹ തആല അൻസലഹു മിൻ ബറകാത്തിസ് സമാ, ആകാശത്തിലെ ബറക്കത്തിൽ നിന്ന് അള്ളാഹു ഇറക്കിയതാകുന്നു റൊട്ടി. അപ്പം റൊട്ടിയെ ബഹുമാനിക്കണം. വലാ യംസഹു യദഹു ഫിൽ ഖുബ്സി, റൊട്ടിയിൽ കൈ തുടക്കരുത്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൈമൽ ചാറും അതും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു പത്തിരി എടുത്ത ടൈമിൽ ഇങ്ങനെ തുടക്കുക. അങ്ങനെയൊന്നും ആ ഭക്ഷണത്തിനെ നിസ്സാരമാക്കുന്നതിന് തുല്യമാണ്. അത് ചെയ്യരുത് എന്നാണ്. നമ്മൾ ഈ റൊട്ടി, പിന്നെ എന്താണ്, വെന്ന്, ബ്രെഡ്, പൊറാട്ട, പത്തിരി എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഈ ശ്രേണിയിൽപ്പെട്ട സാധനങ്ങളാണ്. ഇതൊക്കെ വളരെ ബഹുമാനമാക്കപ്പെട്ട ഭക്ഷണങ്ങളാണ്. അതിന് നമ്മൾ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ കാണണം. അപ്പോൾ അതിൻ്റെ മുകളിലൊരു സാധനം കൊണ്ടുവയ്ക്കുക, അത് നമ്മളെ കൈ തുടക്കാൻ വേണ്ടി ഉപയോഗിക്കുക. നമ്മൾ കൈ തുടച്ച് തിന്നേക്കാറാണ്, പക്ഷേ അതങ്ങനെ ചെയ്യരുത് എന്നാണ്. കൈ ഈമ്പുക, കൈമലുള്ള സംഗതി ഒഴിവാക്കാൻ കൈ ഊമ്പുകയാണ് വേണ്ടത്. എന്നല്ലാതെ ഒരു റൊട്ടി പത്തിരി എടുത്തിട്ട് തുടക്കുക, എന്നിട്ട് ആ പത്തിരി കഴിക്കുക, അതൊക്കെ റൊട്ടിയെ പത്തിരിയൊക്കെ മോശമാക്കൽ, അത് ചെയ്യരുത് എന്നാണ്. ഭക്ഷണത്തെ ബഹുമാനിക്കണം. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇദാ വഖഅത്ത് ലുഖ്മത്തു അഹദിക്കും, നിങ്ങളിൽപ്പെട്ട ഒരാളുടെ ഭക്ഷണം വീണാൽ ഫല്യഖുദ്ഹ, അവനത് എടുക്കട്ടെ. നിലത്ത് വീണാൽ വല്യുമിത്തു മാ കാന ബിഹാ മിൻ അദൻ, ആ ഭക്ഷണത്തിലുള്ള മ്ലാച്ഛമായ വസ്തുക്കൾ എന്തെങ്കിലും പൊടിയോ അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് നീക്കട്ടെ. വലാ യദ്ഉഹാ ലിശൈത്താൻ, ഷൈത്താന് വേണ്ടത് മാറ്റി വെക്കരുത്. നിലത്ത് വീണ ഭക്ഷണം എടുത്ത് കഴിക്കണം. ഇന്നത്തെ രീതി അനുസരിച്ച് നമ്മുടെ എല്ലാവരിൽ നിന്നും ഒഴിവായൊരു പ്രധാനപ്പെട്ട സുന്നത്താണത്. നിലത്ത് വീണ ഭക്ഷണമായിട്ട് ഒഴിവാക്കും, അത് പോട്ടെ എന്ന് വെക്കും. നമ്മുടെ പ്ലേറ്റിൽ തന്നെ കുറേ ഭക്ഷണം ബാക്കിയാക്കും, അതെല്ലാം വേസ്റ്റ് ബിന്നിനോ മറ്റോ കൊണ്ടുപോയി തട്ടും. ഒരു തരം ഭക്ഷണത്തോട് യാതൊരു ബഹുമാനമോ പിന്നെ നിലവാരമോ സൂക്ഷിക്കാത്ത രീതിയിലുള്ള സമീപനങ്ങൾ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കേണ്ടതുണ്ട്. ഭക്ഷണം നിലത്ത് വീണെടുത്ത് കഴിക്കണം. സുപ്രാലോ മറ്റോ എവിടെ വീണാച്ചാൽ അത് എടുക്കുക, അതിന് വല്ല പൊടിയോ ചേട്ടനെങ്കിൽ തുടക്കുക, കഴുകുക, എന്തെങ്കിലും ചെയ്യുക, അങ്ങനെ ചെയ്യാവൂ. ഭക്ഷണം ഒരിക്കലും കളരുത്, അത് നിലത്ത് പോകില്ല, പോട്ടെ നോക്കരുത്. നോക്കൂ ഹദീസിൻ്റെ വാക്ക് വലാ യദ്ഉഹാ ലിശൈത്താൻ, ഷൈത്താന് വേണ്ടിയത് മാറ്റി വെക്കരുത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഭക്ഷണം പുറത്തേക്ക് തള്ളുന്നത് ഷൈത്താനാണ്. ഷൈത്താന് ഭക്ഷണം വേണം. ബിസ്മി ചൊല്ലി കഴിക്കുന്ന ഭക്ഷണത്തിൽ പിശാചിന് പങ്കാളിത്തമില്ല. ബിസ്മില്ലാതെ കഴിക്കുന്ന ഭക്ഷണത്തിൽ പിശാചിന് പങ്കാളിത്തം ഉണ്ടാവും. ബിസ്മില്ലി കഴിഞ്ഞാൽ പിശാചിന് പങ്കാളിത്തമില്ല. പിന്നെ ഞാൻ പങ്കാളിത്തം ഇടുന്ന കിട്ടുകയെന്നറിയോ? പുറത്തേക്ക് വീഴുമ്പോഴാണ്. അപ്പോൾ പുറത്തേക്ക് വീഴുമ്പോൾ അവനത് ഭക്ഷണമാക്കി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഷൈത്താൻ വന്നിട്ട് കൈ തട്ടും, അല്ലെങ്കിൽ ഭക്ഷണം പുറത്തേക്ക് വീഴാനുള്ള സാഹചര്യം ഉണ്ടാക്കും. നമ്മളെന്ത് ചെയ്യും? അത് പോട്ടെ എന്നും വെക്കും. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യുന്നത് എന്താണ്? പിശാചിന് ഭക്ഷണം നമ്മളിങ്ങനെ കൊടുക്കുകയാണ്. ശരിക്കും നിലത്തേക്കോൻ തള്ളിയിട്ടു, നമ്മളതിങ്ങനെ എടുത്ത് കഴിച്ചു. അപ്പോൾ ശൈത്താൻ പരാജയപ്പെട്ടു. അപ്പോൾ പിശാചിനെ പരാജയപ്പെടുത്താനാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. അത് പിശാചിന് വേണ്ടി മാറ്റി വെക്കരുത്. ഇസ്ബാഹു, അവൻ്റെ വിരലുകൾ അവൻ ഈമ്പട്ടെ. വിരൽ ഈമ്പുക എന്നുള്ളത് മറ്റൊരു സുന്നത്താണ്. നമ്മൾ ഭക്ഷണം കഴിച്ച് കൈമലും വിരലിലുള്ള എല്ലാ പിന്നെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും പോയിട്ട് വാഷ് ബേസിനിൽ പോയിട്ട് എന്ത് ചെയ്യരുത്? കഴുകി കളയരുത്, ഫുൾ ഈമ്പി കളയണം. വലാ യൻഫഖു ഫി ത്വാമിൽ ഹാർ, ചൂടുള്ള ഭക്ഷണത്തിൽ ഊതരുത്. ഫഇന്ന ദാലിക മൻഹിയുൻ അൻഹു, അതും വിരോധിക്കപ്പെട്ടതാണ്. ഭക്ഷണം ഊതിയിട്ട് കഴിക്കരുത്. ഭക്ഷണം സ്വയം ചൂടാറിക്കോട്ടെ, ഒരു ഫാനൊക്കെ ഇട്ടോട്ടെ, മുകളിലൊരു ഫാനൊക്കെ ഇട്ടോട്ടെ. നമ്മളെ വായിലെ കാറ്റ്, ഫൂ എന്ന് പറഞ്ഞ് ഊതിയിട്ടുള്ള കാറ്റ്, അത് ഭക്ഷണത്തിലേക്ക് ഒരിക്കലും നമ്മൾ ബാധിക്കരുത്. ഭക്ഷണത്തിലേക്കാണെങ്കിലും വെള്ളത്തിലേക്കാണെങ്കിലും ചൂടുള്ള ഭക്ഷണത്തിലേക്ക് നേരെ ഇങ്ങനെ തൊള്ളോണ്ട് ഊതരുത്.
എത്രയൊക്കെ സുന്നത്തുകളാണ് ശരീഅത്ത് പറഞ്ഞത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഭക്ഷണത്തിലേക്ക് ഊതാതിരിക്കുക, വിരലുകൾ ഈമ്പുക, നിലത്ത് വീണ ഭക്ഷണം എടുത്ത് കഴിക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ്. അതുപോലെ യക്കുലുമിന തംരി അൽ ഔത്താറ, കാരക്കയിൽ നിന്ന് അവൻ ഒറ്റയെ കഴിക്കണം. കാരക്ക പോലുള്ള സാധനങ്ങൾ തിന്നുമ്പോൾ ഒറ്റയാക്കി കഴിക്കുക. ഒരു കാരക്ക, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 5, 7, 9, 11 ഇങ്ങനെ 2, 4, 6 എന്നുള്ള ഇരട്ടയിൽ കഴിക്കാതിരിക്കുക. ഇപ്പോൾ നമ്മൾ ഈത്തപ്പഴം കഴിക്കുകയാണ്, മുന്തിരി കഴിക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു മുട്ടായി കഴിക്കുകയാണ്, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ, ഈ രസത്തിന് വേണ്ടി കഴിക്കുന്ന അതായത് സാധനങ്ങൾ കഴിക്കുമ്പം ഒറ്റയിൽ കഴിക്കാൻ ശ്രമിക്കുക. അത് സുന്നത്തായ കാര്യമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ. വലാ യജ്മഉ ബൈന തംരി വൻ നവാഫി തുബഖ് അലാ തുബഖിൻ, ഒരു പാത്രത്തിൽ കാരക്കയും കാരക്കൻ്റെ കുരുവും ഒരുമിച്ച് കൂട്ടാതിരിക്കുക. വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ്. നമ്മളിപ്പോൾ ഒരു പിന്നെ പാത്രത്തിൽ നിന്ന് ഈത്തപ്പഴം എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈത്തപ്പഴം കഴിച്ചാൽ കുരുണ്ടാവും. ആ കുരു നമ്മൾ ആ പാത്രത്തിൽ തന്നെ ഇടും. അത് ചെയ്യരുത്. ഒരു പാത്രത്തിൽ തന്നെ കഴിക്കണ കാരക്കയും അതിൻ്റെ കുരും. നമ്മൾ ഭക്ഷണത്തിൻ്റെ ഭക്ഷണം ഇപ്പം മീൻ കഴിക്കുകയാണ്, മീനിൻ്റെ മുള്ളുണ്ടാവും. ഇറച്ചിയൊക്കെയാണ് ഇറച്ചിൻ്റെ എല്ലുണ്ടാവും. നമ്മൾ ചോറുന്നുമ്പോൾ അതിലിപ്പോൾ കരിവേപ്പില, മുളക്, ഇങ്ങനെയൊക്കെയുള്ള വേസ്റ്റുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഈ പ്ലേറ്റ് തന്നെ വെക്കും. അത് സുന്നത്തിനെതിരാണ്. അതിന് വേറൊരു വേസ്റ്റ് പാത്രമാണ്. നമ്മളിങ്ങനെ ചിലവരുണ്ടാവുമല്ലോ, നമ്മളെ നാട്ടിൽ ചോറ് കഴിക്കും. അപ്പം എല്ലും മുള്ളും മറ്റുള്ള വേസ്റ്റുകളും സാധനമൊക്കെ ഈ പ്ലേറ്റിൻ്റെ കരക്ക് ഇങ്ങനെ കയറ്റി വെക്കും. അത് ചെയ്യരുത്, സുന്നത്തിനെതിരാണ്. നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ തന്നെ വേസ്റ്റ് കൂടി ഇടരുത് എന്നർത്ഥം. വേസ്റ്റ് നമ്മൾ പുറത്തേക്ക് ഇടണം. വേസ്റ്റ് പാത്രമോ അല്ലെങ്കിൽ സൂപ്പറൊക്കെ ഉണ്ടാവില്ല, അതിലേക്ക് ഇടണം. അങ്ങനെ വേസ്റ്റ് ഭക്ഷണത്തിൽ തന്നെ വെക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. അതാണ് കാരക്കയും കാരക്കൻ്റെ കുരുവും ഒരു പാത്രത്തിൽ വെക്കരുത്. ഇനി അമ്മ ഷുറുബ്, കുടിക്കൽ, ഫല്യഖുദുൽ ഖൂസ ബിയമീനിഹി, അവനാദ്യം ഗ്ലാസ്സിനെ വലത് കൈ കൊണ്ട് പിടിക്കട്ടെ. ഇന്നെല്ലാവരും ബഹിഷ്കരിച്ചൊരു സുന്നത്താണ്. കുടിക്കുകയാണെങ്കിൽ ഇടത് കൈ കൊണ്ടേ കൊടുക്കുള്ളൂ. പിശാച് എത്രത്തോളമാണ് നമ്മുടെ ഭക്ഷണത്തിലും വെള്ളത്തിലും ഇടപെടുന്നത് എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. ഒരു വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ അറിയില്ല, ഇനി നമ്മൾ ന്യായം പറയും, ഗ്ലാസ് കേൾക്കണ്ടേ, പിന്നെ പ്ലേറ്റ് കേൾക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ ഗ്ലാസ് കേൾക്കണ്ടേ, ബാക്കി സാധനമൊക്കെ കേൾക്കണ്ടേ. ഈ ഗ്ലാസ് കഴുകാൻ മാത്രം എന്തത്ര വലിയ പ്രയാസം. ബാക്കി ഈ ഭക്ഷണം ഉണ്ടാക്കി കുടിക്കും ചട്ടിയും പാത്രവും ഒക്കെ കേൾക്കണ്ടേ. ഈ ഭക്ഷണം കഴിച്ച പാത്രം കഴുകണ്ടേ. ഇനിയിപ്പം ഡിസ്പോസിബിൾ ഗ്ലാസ് അല്ല, എന്നാലും പറയും, എന്നാലും എടുത്ത് ചെയ്യണ്ട അവിടേക്ക്. അപ്പോഴും തന്നെ ആയുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കാരണവുമില്ലാതെ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു സുന്നത്തിനെ ഒഴിവാക്കാൻ വേണ്ടി വെറുതെ ഒരു ന്യായം പറയാം, കഴുകണ്ടേ. അപ്പോൾ കുടിക്കുന്നത് വലത് കൈ കൊണ്ടായിരിക്കുക. അതിനാണ് വിരൽ എമ്പുക എന്നുള്ള സുന്നത്ത് പുലർത്തിയാൽ ക്ലാസ്സുമ്മലൊന്നും ആവില്ല. ഇപ്പോൾ ക്ലാസ്സുമ്മൽ വല്ലതും ആകണമാണ് പ്രശ്നമെങ്കിൽ, ഈ ആഴ്ച ഇവിടെ കുഴപ്പമുണ്ടായിട്ടല്ല, അതാണ് പ്രശ്നമെങ്കിൽ വിരൽ എമ്പണം. അപ്പോൾ ക്ലാസ്സുമ്മൽ എന്താവുക? അപ്പോൾ വലത് കൈ കൊണ്ട് കുടിക്കുമ്പം ബിസ്മില്ലാഹി പറയുക. അങ്ങനെ സാധാരണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാം. വയഷ്റബു ബിഹി മസ്സൻ ലാ അബ്ബൻ, പിന്നെ വെള്ളം ഈമ്പി കുടിക്കുക, നേരെ വലിച്ചു കുടിക്കാതിരിക്കുക. എന്നാൽ മനസ്സിലാവുമെന്നറിയില്ല. മസ്സാണ് നമ്മൾ സാധാരണ ഗ്ലാസ്സിൽ കുടിക്കണ പോലെ, നമ്മൾ ഗ്ലാസിൻ്റെ സൈഡിൽ ചുണ്ട് വെച്ചിട്ട് നമ്മൾ കുടിക്കുമല്ലോ, ഗ്ലാസ് കൊണ്ട്, അതാണ് ശൈലി. അബ്ബ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചാൽ നമ്മൾ ഈ പിന്നെ മൃഗങ്ങളൊക്കെ കുടിക്കണ ശൈലിയില്ലേ, നേരെ വെള്ളത്തിൽ ചുണ്ടുകൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ വലിക്കും. നമ്മളിപ്പോൾ പോത്തുള്ള ആടുകളൊക്കെ വെള്ളം കുടിക്കുന്ന ശൈലി, അതാണ് അബ്ബ്. അങ്ങനെ മനുഷ്യൻ കുടിക്കരുത്. മനുഷ്യൻ മസ്സായിരിക്കണം. മസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ കുടിക്കണ ആ ശൈലി തന്നെ, അതാണ് മസ്സ്. അങ്ങനെ കുടിക്കുക, അബ്ബാക്കാതിരിക്കുക. കാരണം ഫൈനൽ കിബാദ മിനൽ അബ്ബീന, കരൾ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് അബ്ബ് കാരണമാണ്. ഈ വെള്ളം ചെയ്യുക, ഇപ്പോൾ ഈ മൃഗങ്ങൾ വെള്ളം കുടിക്കുന്നവരെ വെള്ളം കുടിക്കുക, അത് കരൾ രോഗത്തിന് കാരണമായി തീരും. അതുപോലെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ചെല്ലേണ്ടൊരു ദിക്റുണ്ട്. വയഖൂലു ബഅദ ശുർബി, കുടിച്ച ശേഷം പറയണം, അൽഹംദുലില്ലാഹില്ലദീ ജഅലഹു അദ്ബൻ ഫുറാത ബിറഹ്മതിഹി വലം യജഅൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിനാ. അൽഹംദുലില്ലാഹില്ലദീ ജഅലഹു അദ്ബൻ ഫുറാതൻ ബിറഹ്മതിഹി വലം യജഅൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിനാ. ഇത് വെള്ളം കുടിച്ച ശേഷം ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാണ്. അൽഹംദുലില്ലാ അല്ലദീ, അങ്ങനത്തെ അല്ലാഹു, ജഅലഹു അദ്ബൻ ഫുറാത്തൻ, ഈ വെള്ളത്തെ ഏറ്റവും ശുദ്ധമായ വെള്ളമാക്കി, ബിറഹ്മതിഹി, അവൻ്റെ റഹ്മത്തുകൊണ്ട്. ഈ എത്ര ശുദ്ധമായ വെള്ളപ്പം ഞാൻ കുടിച്ചത്, അള്ളാഹു ആക്കി. വലം യജഅൽഹു മിൽഹൻ ഉജാജൻ, ഇത് ശക്തമായ ഉപ്പുള്ള വെള്ളമാക്കിയില്ല. ബിദുനൂബിന, നമ്മുടെ ദോഷം കാരണം. നാം ദോഷം ചെയ്തതുകൊണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം ഉപ്പുരസമായില്ല. സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു തആല പറഞ്ഞു, ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെയും നമുക്ക് ഉപ്പുരസമുള്ള വെള്ളമാക്കാമായിരുന്നു. കാരണം ഭൂമിയിലെ 97% വെള്ളവും ഉപ്പുവെള്ളമാണ്. 3% വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുന്ന ശുദ്ധമായ വെള്ളമുള്ളൂ.
അപ്പോൾ അള്ളാഹ് പറയാം നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളം അങ്ങനെ ആക്കാമായിരുന്നു, പിന്നെ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ ഉപ്പില്ലാത്ത വെള്ളമാക്കി തന്നതാണ്. അപ്പോൾ ആ ഒരു സ്മരണ നമ്മൾ കുടിച്ചതിന് ശേഷം പുലർത്തുക. അൽഹംദുലില്ലാഹില്ലദി ജഅലഹു അദ്ബൻ ഫുറാത്തൻ ബി റഹ്മതി വലം യജഅൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിന. അങ്ങനെ ഒരു വിധേയത്വത്തിൻ്റെ, അള്ളാഹുവിന് വിധേയപ്പെടുന്ന ഒരു വാക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം, വെള്ളം കുടിച്ചതിന് ശേഷം പറയൽ പ്രത്യേക സുന്നത്താണ്. അതുപോലെ മറ്റൊന്ന്, വകുല്ലുമാ യുദാറു അലൽ ഖൗമി, ഖൗമിൻ്റെ മേൽ ചുറ്റപ്പെടുന്ന ഭക്ഷണങ്ങൾ. യുദാറു യുംനത്തൻ, അത് വലതു ഭാഗത്തേക്ക് ചുറ്റപ്പെടണം. നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു പ്ലേറ്റിൽ നിന്ന് നമ്മൾ ഒന്നെടുത്ത് അടുത്താക്കി കൊടുത്താൽ ആ പ്ലേറ്റ് ഇങ്ങനെ കറങ്ങാണ് സ്വയം. നമ്മളിങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ വിതരണം ചെയ്യാണ്, അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഒരു സാധനം ഇങ്ങനെ ഒരാൾ വന്ന് ഓരോന്നിങ്ങനെ എടുത്തു കൊടുക്കുക, ഓരോ ലഡു ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ വലതു ഭാഗത്തേക്കാണ് ചുറ്റപ്പെടേണ്ടത്. ഒരാൾക്ക് കൊടുത്തു, പിന്നെ അയാളെ വലതു ഭാഗത്തുള്ള ആൾക്ക് കൊടുക്കുക, അങ്ങനെ വലത്തോട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് എത്തുക. അത് എത്ര മുന്തിയ ആളാണ് ഇടതു ഭാഗത്തുള്ളതെങ്കിലും ശരി, നമ്മൾ ഒരാളിൽ നിന്ന് തുടങ്ങണമല്ലോ. ഒരാളിൽ നിന്ന് തുടങ്ങി അതിൻ്റെ എരുത്തുള്ളത് കാര്യപ്പെട്ട ഒരാളാണ്. വലതു ഭാഗത്തുള്ളത് അങ്ങനെ നമ്മൾ പരിഗണിക്കേണ്ട ഒരാളൊന്നുമല്ല, പറഞ്ഞിട്ട് വരില്ല. വലതു ഭാഗത്തെ പരിഗണിക്കണം. ഇതാണ് ദീന്. ഇടതു ഭാഗത്ത് ആരാരും വേണ്ടില്ല. നേരെ എന്ത് ചെയ്യുക, വലതു ഭാഗം മുന്തിച്ചുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവുക. അതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ വൈസ്രബമ്മിൻ സിഫി സലാസത്തി അംഫാസിൻ, 3 ശ്വാസങ്ങളിലായിട്ട് കുടിക്കണം. ഒറ്റടിക്ക് വെള്ളം കുടിക്കരുത്. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒന്നായിട്ട് ചുണ്ടട വെച്ചിട്ട് ഒറ്റ കുടിക്കൽ, അങ്ങനെ വെള്ളം കുടിക്കരുത്. വെള്ളം 3 തവണയായിട്ടെങ്കിൽ, ചുരുങ്ങിയത് 3 തവണയായിട്ടെങ്കിലും കുടിക്കണം. യഹ്മദുല്ലാഹ തആല ഫി അവാഖിരിഹ, ഓരോന്നിൻ്റെ അവസാനം ഹംദ് പറയണം. തുടക്കത്തിൽ ബിസ്മിമാണ്, വൈസമ്മി ഫി അവൈലിഹ. അതാണ് വെള്ളം കുടിക്കേണ്ട ശരി. വെള്ളം മുറിച്ച് കുടിക്കണം, ഒന്നായിട്ട് വെള്ളം കുടിക്കരുത്. ഇതൊക്കെ ഇന്ന് ആരോഗ്യശാസ്ത്രം പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒറ്റടിക്ക് വെള്ളം കുടിക്കുക, നമ്മൾ ഭയങ്കര ദാഹം ഉണ്ടാവും, ഒരു ഗ്ലാസ് വെള്ളം കിട്ടി ഒരൊറ്റ ഇരിപ്പിന് ഒറ്റ കുടിയോടെ കുടിക്കുക, അങ്ങനെ കുടിക്കരുത്. ഒരു ജീവികളും അങ്ങനെ വെള്ളം കുടിക്കില്ല. പോത്തൽ പോലും വെള്ളം കുടിക്കലെങ്ങനെ, മുറിച്ചേ കുടിക്കുള്ളൂ. മനുഷ്യൻ വെള്ളം കുടിക്കേണ്ട ശൈലി അങ്ങനെയാണ്. അപ്പോൾ ഓരോ മുറിക്കുമ്പോഴും ഓരോ തവണയും ബിസ്മില്ലാ ഹംദും ചൊല്ലിക്കൊണ്ട് അങ്ങനെ വെള്ളം കുടിക്കുക. കുറഞ്ഞ വെള്ളമാണെങ്കിലും ശരി, ഒറ്റടിക്ക് വെള്ളം കുടിക്കരുത്, ചുരുങ്ങിയത് 3 മുറുക്കായി കുടിക്കണം. ഫൈദ ഫറഗ മിന ത്വഅമി, അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ യുസ്തഹബ്ബു അൻ യൽതഖിത ഫിതാത്ത ത്വഅം, ഭക്ഷണത്തിൻ്റെ ചിന്ന ഭിന്നമായി കിടക്കുന്ന ഭക്ഷണങ്ങളെയൊക്കെ പൊറുക്കിയെടുക്കുക. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റിലുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ പറ്റും മറ്റൊക്കെ, അതൊക്കെ കഴിക്കുക. പ്ലേറ്റ് ഫുള്ള് വൃത്തിയാക്കി കഴിക്കുക എന്നർത്ഥം. വയത്തഹല്ലല, പിന്നെ പല്ലിൽ കുത്തുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇടയിലുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്ത് പല്ലിൻ്റെ ഇടയിൽ നിന്ന് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. വൈക്കാലു പറയപ്പെടുന്നു അന്നമല്ല ഇക്കൽ ഖസ്അത്ത വ ശരിബ മാഅഹ, ഒരാൾ പ്ലേറ്റൊക്കെ വടിക്കുകയും അതിലെ വെള്ളം കുടിക്കുകയും ചെയ്താൽ കാനല ഹോയത്ത് ഖുറഖബത്തിൻ, ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം ഉണ്ടാവും എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് ശരിക്ക് വടിക്കുക, എന്നിട്ട് അതിൽ വെള്ളം പാർന്ന് ചുഴറ്റിയിട്ട് അത് കുടിക്കുക. നമ്മളെ മുൻഗാമികൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇന്ന് നമുക്കിതൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷനായിട്ട് മാറി, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. അപ്പം പ്ലേറ്റ് ശരിക്ക് വടിച്ച് കഴിക്കുക, എന്നിട്ട് അത് പിന്നെ കഴുകിയിട്ട് ആ വെള്ളം കുടിക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന്. പിന്നെ ചില്ല അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത് വതൻസിലുൽ ബറകാത്ത് അല്ലാഹുമ്മ ലാ തജഅൽനാ ഖുവ്വതൻ അലാ മഅസിയതിക്. ഭക്ഷണത്തിൻ്റെ ശേഷം ചൊല്ലേണ്ട ദിക്റാണ്. അൽഹംദുലില്ലാഹ് അല്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്, അള്ളാഹിൻ്റെ നിഅമത്ത് കൊണ്ട് മാത്രമേ സ്വാലിഹായ കർമ്മങ്ങൾ പൂർത്തിയാവുകയുള്ളൂ. വതൻസിലുൽ ബറകാത്ത്, അവനെക്കൊണ്ട് മാത്രമേ ബറക്കത്തുകൾ ഇറങ്ങുകയുള്ളൂ. അല്ലാഹുമ്മ ലാ തജഅൽഹു ഖുവ്വതൻ അലാ മഅസിയതിക്, ഈ ഭക്ഷണം നിനക്ക് മഅസിയത്ത് ചെയ്യാനുള്ള ഖുവ്വത്താക്കി മാറ്റല്ലേ, നിനക്ക് തെറ്റ് ചെയ്യാനുള്ള ശക്തിയായിട്ട് ഈ ഭക്ഷണത്തെ നീ മാറ്റല്ലേ. ഞാൻ ഈ ഭക്ഷണം കഴിച്ച ശേഷം, ഭക്ഷണം കഴിച്ചത് കാരണം എനിക്കുണ്ടാകുന്ന ആരോഗ്യം, ശക്തി, അത് നിനക്ക് മഅസിയത്ത് ചെയ്യാൻ, നിനക്ക് ദോഷം ചെയ്യാനുള്ള ഒരു നിമിത്തമാക്കി മാറ്റല്ലേ. അള്ളാഹിനോട് പറയാം. വയഖറു സൂറത്തുൽ ഇഖ്ലാസ് ലഇലാഫി ഖുറൈശിൻ, സൂറത്തുൽ ഇഖ്ലാസും ലഇലാഫി ഖുറൈശിൻ ഓതുക ഭക്ഷണം കഴിച്ച ശേഷം. ഇതൊക്കെ നമ്മൾ വളരെ ഒരു മുടക്കില്ലാതെ പതിവാക്കാൻ പറ്റുന്ന സുന്നത്തുകളാണ്. ഭക്ഷണത്തിൻ്റെ ശേഷം ലഇലാഫി ഖുറൈശിൻ സൂറത്തും ഖുൽ ഹുവല്ലാഹു സൂറത്തും ഓതുക. ഒരു ഭക്ഷണത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഭക്ഷണങ്ങൾ വഴിയാണല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് നമുക്കറിയില്ല. ഇത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഒറ്റമൂലിയാണ് ഭക്ഷണത്തിന് ശേഷം ചെല്ലാനുള്ള ദിക്റുകൾ ചെല്ലുക, ഖുൽ ഹുവല്ലാഹു സൂറത്തും ലഇലാഫി സൂറത്തും ഓതുക. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കെല്ലാവരും. അവസാനത്തെ ഖണ്ഡിക വലാ യഖൂമ ഹത്താ യർതഫിഅ ത്വഅം, ഭക്ഷണം ഉയർന്നു പോകുന്നത് വരെ അവൻ എണീക്കാതിരിക്കുക. വൽ മായിദ, പിന്നെ സുപ്രയും. നമ്മുടെ നാട്ടിലെ ശൈലി എല്ലാവരും എണീച്ച് പോയിട്ടേ ഭക്ഷണം എടുക്കാവുന്ന, ശരിക്കും അതല്ല ചെയ്യേണ്ടത്. ഭക്ഷണം ആദ്യം എടുത്തു പോകണം, ഇങ്ങോട്ടായിരിക്കണം എണീക്കേണ്ടത്.
അല്ലാതെ നമ്മൾ എണീച്ചതിന് ശേഷം ഭക്ഷണം എടുക്കല്ല വേണ്ടി, ഭക്ഷണം എടുത്തിട്ടായിരിക്കണം നമ്മൾ എണീക്കേണ്ടതെന്നാണ്. നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവും ഒരാൾക്കാർക്ക്. അതായത് ഭക്ഷണം നമ്മൾ നീച്ചു, ആ ഭക്ഷണം അങ്ങനെ അനാഥമായിട്ട് ഇങ്ങനെ കിടക്കുക. ഭക്ഷണത്തിന് അങ്ങനെ മോശമാക്കരുത്. ഭക്ഷണം ബഹുമാനമാക്കപ്പെട്ട സാധനമാണ്. അപ്പം ഭക്ഷണം ഇങ്ങനെ വെറുതെ ആളില്ലാതെ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നാ. ഭക്ഷണം കൊണ്ടുപോയേക്കേണ്ടത് ആൾക്കാർ ഇരുന്നിട്ടാണ്. നമ്മുടെ ശൈലി എങ്ങനെയാണ്? ഭക്ഷണമൊക്കെ കൊണ്ടുപോയിച്ചിട്ട് നമ്മൾ ഇരിക്കുക, ഇരുന്നിട്ട് ഭക്ഷണം കൊണ്ടുപോയിക്കുക. ഭക്ഷണം കൊണ്ടുപോയതിന് ശേഷം ആൾക്കാർ എണീക്കുക. എങ്ങനെയാണ് വേണ്ടത് ശരിക്ക്? മറ്റൊരുത്തൻ്റെ വൈകാന്നല് കയറി ഞാൻ കഴിച്ച ഭക്ഷണം പത്തനാളതാണെങ്കിൽ ഫല്യതുലഹു അവന് വേണ്ടി ദ്വാരക്കുക. അവൻ സുന്നത്ത് അവിടുന്ന് തന്നെ ചെയ്യുക. ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം സുപ്പറൊക്കെ അവിടുന്ന് കൊണ്ടുപോവുക. മറ്റൊരാളെ ഭക്ഷണമാണ് നമ്മൾ കഴിച്ചതെങ്കിൽ അവിടെ ഒരു നാട്ടിന് ഓനും വേണ്ടി ദ്വാരക്കുക. അങ്ങനെ ദ്വാരക്കേണ്ടി അക്കല ത്വാമക്കുമല്ല ബറാർ വ അഫ്തറ ഇന്ദക്കുമസ്വായിമോൻ വ സല്ലത്ത് അലൈക്കുമൽ മലായിക്ക. നബിതങ്ങൾ പഠിപ്പിച്ചൊരു ദുആണ്. അക്കല ത്വാമക്കുമല്ല ബറാർ, നിങ്ങളെ ഭക്ഷണം അബ്റാർ നല്ല ആൾക്കാർ കഴിച്ചിരിക്കുന്നു. നോമ്പുകാർ നിങ്ങളുടെ അടുക്കൽ നോമ്പ് തുറന്നിരിക്കുന്നു. മലക്കുകൾ നിങ്ങൾക്ക് ദുആ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഈ ദിക്ർ, ഈ ദുആകളൊക്കെ ചെല്ലുക. അതുപോലെ വൈസ്തഹബു സുന്നത്താക്കപ്പെടും മയ്യക്കുല പറയൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വ സഖാനാ വ കഫാനാ വ ആവാനാ സയ്യിദനാ വ മൗലാന. അൽഹംദുലില്ലാ അല്ലദീ, നമുക്ക് ഭക്ഷണം തന്നു, നമ്മളെ കുടിപ്പിച്ചു, നമുക്ക് മതിയാക്കി, നമുക്ക് അഭയം നൽകി നമ്മുടെ സയ്യിദും മൗലയുമായ അല്ലാഹുവേ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വ സഖാനാ വ കഫാനാ വ ആവാനാ സയ്യിദനാ വ മൗലാന. ഇതും ഭക്ഷണ സംബന്ധിച്ചുള്ള സുന്നത്താണ്. സുമ്മ യുതമ്മിമു ബിഗുസ്ലി യദൈഹി, പിന്നെ 2 കൈകൾ കഴുകിക്കൊണ്ട് അവസാനിപ്പിക്കണം. അപ്പോൾ കൈകൾ കഴുകലോട് കൂടി എന്ത് ചെയ്തു? ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ശരിക്കും ഈ ഭക്ഷണത്തിൻ്റെ ദുആ ദ്വാരക്കേണ്ടത് ഈ കൈ കഴുകുന്നതിന് മുമ്പാണ്. നമ്മുടെ നാട്ടിലത്തെ ശൈലി ഇതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മളാദ്യം ഭക്ഷണം കൊണ്ടുവയ്ക്കും, പിന്നെ പോയി ഇരിക്കും, അല്ലെങ്കിൽ നമ്മൾ നീച്ചു, പിന്നെ ഭക്ഷണം എപ്പോഴെങ്കിലും കൊണ്ടുപോയേക്കും, പിന്നെ നമ്മൾ കൈയൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ നമ്മൾ ദ്വാരക്കും. ശരിക്ക് അതിൻ്റെയൊക്കെ ശൈലി ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം ആദ്യം കൊണ്ടുപോകുന്നു, അവിടെ ഇരുന്ന് ദ്വാരക്കണ്, എണീച്ച് നമ്മൾ ദിക്റൊക്കെ ചൊല്ലണ്, കയ്യൊക്കെയുള്ള ഒരു വിഷയങ്ങളൊക്കെ കഴിഞ്ഞു. ഈ രീതിയിലാണ് ഇതിൻ്റെ ശരിക്കുള്ള സുന്നത്തുകളൊക്കെ. ഇൻഷാ അല്ലാഹ് സമയം കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫസൽ അവസാനിച്ചു. ആദാബ് ത്വാമാണ്. അടുത്ത ഫസലിലും കുറേ ആദാബ് പറയാണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൃത്യമായി പഠിക്കാൻ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.